ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ടൊമാറ്റോ ചിക്കനാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ദോശയുടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതവിടെ 400 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. എനിക്ക് ഒരുപാട് വലുപ്പത്തിലുള്ള ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ എന്നും ചെറിയ പീസായിട്ട് കേട്ടോ ചിക്കൻ കട്ട് ചെയ്യാറ്. പിന്നെ ഇത് എല്ലോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കണം. അപ്പം ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊലി കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാടങ്ങ് അരച്ചെടുക്കുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലൊട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും അമർത്തണം. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത്. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേനു. വെളിച്ചെണ്ണയില്ല കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ പകുതി ചിക്കൻ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പച്ചമുളകൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 5 പച്ചമുളക് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 തണ്ട് കറിവേപ്പ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പ് കുറച്ച് അധികം തന്നെ ഞാൻ എല്ലാത്തിലും ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ പച്ചമുളക് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം കേട്ടോ തക്കാളി. അപ്പോൾ തക്കാളി ഞാൻ ഇവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതായത് ഒരു 300 ഗ്രാം 320 ഗ്രാമെല്ലാം ഉണ്ട്. ഇത് ഞാൻ ഇതിവിടെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മറ്റേ ഭാഗം കൂടി ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ 2 ഭാഗം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതവിടെ മറ്റൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തു. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ആ ഒരു എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും കറിവേപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വഴറ്റാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ച നമ്മുടെ തക്കാളി ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വഴറ്റാൻ. നമ്മുടെ തക്കാളിയുടെ ആ ഒരു പച്ച ചൊവയെല്ലാം നന്നായിട്ടൊന്ന് മാറി വരണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ ആ ഒരു പച്ച ചൊവയെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇത് ഒരു 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2-3 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ തക്കാളിയെല്ലാം നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും പൂരിയുടെയും എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും പറ്റും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ടൊമാറ്റോ ചിക്കൻ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഇതുവരെ ചിക്കൻ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അത്രയും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.